സുരേഷ് മേനോന്റെ നിർദ്ദേശപ്രകാരം സാന്ദ്രയ്ക്ക് ഒരു വിവാഹാലോചന വരുന്നു. നന്ദന്റെ സഹായത്തോടെ വിഷയം വസുന്ധരയ്ക്കും സാന്ദ്രയ്ക്കും മുന്നിൽ അവതരിപ്പിക്കുന്നു. സാന്ദ്ര ഒഴിഞ്ഞുമാറാൻ ശ്രമം നടത്തുന്നുവെങ്കിലും വസുന്ധരയുടെ നിർബന്ധത്തിന് വഴങ്ങി പെണ്ണുകാണൽ ചടങ്ങിന് സാന്ദ്ര സമ്മതം മൂളുന്നു. പെണ്ണുകാണലിന് സാന്ദ്രയ്ക്കൊപ്പം കൂടാൻ ശ്രമിക്കുന്ന മാമാട്ടിയെ പാർവതി ബലപ്രയോഗത്തിലൂടെ മുറിയിൽ അടച്ചിടാൻ ശ്രമിക്കുന്നു. തുടർന്ന് കാണുക. ഇന്നത്തോടെ നിന്റെ കാര്യത്തിൽ തീരുമാനമാക്കുന്നുണ്ട് ഞാൻ. മാമി, ഒരു കാരണവശാലും ഇവളെ പുറത്തു വിടരുതേ. അവിടെ കിടക്കും. അപ്പൊ പിന്നെ തീരുമാനം അത് തന്നെ. നമ്മൾ മുമ്പോട്ട് പോകുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ വഴിക്ക് വഴി അങ്ങ് നടത്താം. എന്താ? അങ്ങനെ ആവട്ടെ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ഞാനിപ്പോ വരാം. ശരി. മോളെ, മോളുടെ മിനിസ്റ്റർ എന്റെ പഴയ സുഹൃത്താ. പണ്ടേ ആള് മിടുക്കനാ. ഇനിയിപ്പം നമ്മൾ ബന്ധുക്കളാകാൻ പോകുന്ന കേൾക്കുമ്പോ ആള് ഭയങ്കര ഹാപ്പി ആയിരിക്കും. നിന്നോട് അടങ്ങിയിരിക്കാനല്ലേ പറഞ്ഞ്. എന്തൊരു ചൂടാ. ഏതായാലും ഗൾഫിൽ പോകേണ്ട കാര്യമില്ല. ഗൾഫിലെ പോലത്തെ ചൂട് ഇപ്പൊ ഇവിടെ കിട്ടുക. അപ്പൊ പറഞ്ഞ പോലെ ശരി. എന്താടി കാണിക്കുന്നേ? അടങ്ങി കിടക്കവിടെ. നിന്നെ അവിടെ അന്വേഷിക്കുന്നുണ്ട്. നീ അങ്ങോട്ട് ചെല്ല്. മോളെ, എന്താ പറ്റി? അമ്മയെ കാണാൻ വേണ്ടി ഞാൻ കരഞ്ഞു. എന്നെ വിട്ടില്ല. ഒരുപാട് അടിച്ചു. ഞാൻ അറിഞ്ഞില്ലല്ലോ മോളെ. ആരാ അമ്മ കിട്ടാൻ വന്നത്? ഇതാരാ? ഇതെന്റെ അമ്മയാ, എന്റെ സ്വന്തം അമ്മ. എന്തായി കേൾക്കുന്നത്? ഇങ്ങനൊരു കാര്യം ആരും പറഞ്ഞില്ലല്ലോ. അതൊരു കഥയാ. ഒക്കെ സാവകാശം പറയാലോ എന്ന് കരുതി. എല്ലാം കഴിഞ്ഞ് പറഞ്ഞിട്ട് എന്താ വിശേഷം? അത്ര നല്ല കാര്യമൊന്നും അല്ലേ കേട്ടത്. രണ്ടാം കെട്ടിനൊരുങ്ങി വന്നൊന്നും അല്ലേ ഞങ്ങള്. മനസ്സിലായോ? അയ്യോ, തെറ്റിദ്ധരിക്കണ്ട. ഇത് ഇവളുടെ മോളല്ല. ഇതെന്റെ മോളാ. ഞാനാ ഇവളെ സംരക്ഷിക്കുന്നത്. അങ്ങനെ ഒരു കുഞ്ഞുള്ള പെണ്ണിനെ കാണാനാ വരുന്നത് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. ഇതിൽ തെറ്റായ വഴികളൊന്നുമില്ല. എല്ലാവരെയും പോലെ ഒരമ്മ പ്രസവിച്ച കുഞ്ഞു തന്നെയാണിതും. ഇവളെപ്പോ എങ്ങനെ എന്തിന് എന്റെ മകളായി വന്നു എന്നോർത്ത് ആരും വിഷമിക്കണ്ട. എന്നോടൊപ്പം ഇവളെയും കൂടി സ്വീകരിക്കുമെങ്കിൽ മാത്രം നമുക്ക് ഈ പ്രപ്പോസൽ മുന്നോട്ട് കൊണ്ടുപോകാം. അങ്ങനെ മുന്നോട്ട് പോകണമെങ്കിലേ ഞങ്ങൾക്കൊരു 100 വട്ടം ആലോചിക്കണം. കേരള വണ്ടിയില് എന്നെ എന്തായി? പോയി കണ്ടോ? കണ്ടു, കണ്ടറിഞ്ഞു. വല്ലാത്ത ദേഷ്യത്തിലാണല്ലോ. എന്തുപറ്റി? ഒന്നും പറ്റിയില്ല. പറ്റുന്നതിന് മുമ്പ് ദൈവം തന്നെ വന്ന് രക്ഷപ്പെടുത്തി. ദൈവാധീനമുള്ള ആളുകളായോണ്ട്. മനസ്സിലായോ? സുകുമാര, ക്ഷോഭവും നടക്ക്. എന്നിട്ട് എന്തുണ്ടായെന്ന് പറ. ഇതൊരുമാതിരി കാലിച്ചന്തയിൽ ഏർപ്പാടായി പോയി. കല്യാണം കഴിച്ചാൽ പെണ്ണിന്റെ ഒപ്പം ഒരു കുഞ്ഞ് ഫ്രീയോ? എവിടെ കേട്ടിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ? നിങ്ങളാകെ തെറ്റിദ്ധരിച്ചിരിക്കുക. നിങ്ങളവിടെ ഒരു കുഞ്ഞിനെ കണ്ടു കാണും.
കാണുക മാത്രമല്ല സകലതും അറിയുകയും ചെയ്തു. ദീർഘകാലത്തെ പരിചയവും സൗഹൃദമുള്ള എന്നോട് ഈ ചതി ചെയ്യാൻ പാടില്ലായിരുന്നോ? മേനോനിൽ നിന്ന് ഞാനിത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. സുമര ഒന്നും മനഃപൂർവ്വമല്ല. ഇനി ഒന്നും പറയണ്ട, ഒന്നും കേൾക്കുകയും വേണ്ട. പറയാൻ പോകുന്ന ന്യായങ്ങൾ എന്താണെന്ന് എനിക്ക് ഊഹിക്കാം. ആ കുഞ്ഞിന്റെ പിന്നിൽ ഏറ്റവും മോശമായ ഒരു കഥയുണ്ട്. നിങ്ങൾ കരുതിയിരിക്കുന്നതൊക്കെ തെറ്റാണ്. നിങ്ങളെ ചതിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട കുടുംബത്തിലേക്ക് വിവാഹകാര്യവുമായിട്ട് ഞാൻ പറഞ്ഞയക്കില്ലായിരുന്നു. ഒരു കുഞ്ഞിന്റെ അമ്മയെ കൊണ്ടുവന്ന് ഇവന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചത് ഒട്ടും ശരിയായില്ല. അത്രയ്ക്ക് ഗതികേടിലൊന്നും അല്ല ഞങ്ങൾ. ഒരു പെണ്ണിന്റെ മൂത്ത് നോക്കാൻ പോലും മടിയുള്ളവനവൻ. എങ്കിൽ ഞാനൊരു കാര്യം ഉറപ്പിച്ചു പറയാം. ഈ നാട്ടിലുള്ള മറ്റേതൊരു പെണ്ണിനേക്കാളും പരിശുദ്ധിയുള്ളവളാണ് സബ് കളക്ടർ സാന്ദ്ര മേനോൻ. മറിച്ചൊരു അഭിപ്രായം ആരെക്കൊണ്ടെങ്കിലും പറയിപ്പിക്കാമെങ്കിൽ ഞാൻ അതിന് സമാധാനം പറയാം. എന്നിട്ടാണോ അവൾ ഞെളിഞ്ഞെന്ന് പറഞ്ഞത്? സ്വീകരിക്കുന്നെങ്കിൽ രണ്ടിനെയും ഒന്നിച്ചു വേണമെന്ന്. ഇത് എവിടുന്ന് പഠിച്ച സമ്പ്രദായമാണ്? ഇങ്ങനെയുണ്ടൊരു ധാർഷ്ട്യം. സബ് കളക്ടറല്ലേ നാട് ഭരിക്കുന്നവൾ. തന്റെ ഇടവും സാമർഥ്യവും കൂടുതൽ കാണും. അത് ധാർഷ്ട്യമായിട്ട് കാണേണ്ടതില്ല. മേന്നെ, നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മുന്നേ എന്നോട് പറയാമായിരുന്നു. ഞങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. നിങ്ങളെന്താ കരുതിയത് ഞങ്ങൾ ലോ ക്ലാസ് ഫാമിലിയാണോ? IAS ഒന്നും ഞങ്ങളുടെ ഫാമിലിയിൽ ഒന്നും അല്ലടോ. അതിനേക്കാളൊക്കെ ഞങ്ങൾ നോക്കുന്നതേ അന്തസ്സും ആഭിജാത്യവും കുലീനതയുമാണ്. മനസ്സിലാക്കിക്കോ. വടാ. നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്തത്ര ഗംഭീരമായ ഒരു ആലോചനയാ ഇന്ന് ഇവിടെ ഈ വീട്ടിൽ വെച്ച് തകർന്നു പോയത്. ഇനി ഇതുപോലൊരു ആലോചന എവിടുന്ന് വരാനാ? ആര് കൊണ്ടുവരാനാ? അതിനൊക്കെ ഓരോ യോഗം വേണം. അളവില്ലാത്ത വിധ അഹങ്കാരം കാണിക്കുന്നതിനെ ദൈവം കൊടുക്കുന്ന ശിക്ഷ ഇതൊക്കെ. ഇനിയിപ്പോ IAS വേണ്ടെന്ന് വെച്ചാൽ പോലും 10 തലമുറയ്ക്ക് ജീവിക്കാൻ വകയുള്ള ഒരു കുടുംബത്തിലേക്കാ അവൾ പോകേണ്ടിയിരുന്നത്. ഒക്കെ തൊലച്ച് കളഞ്ഞില്ലേ? ഒരു കൊച്ചിനെ കൊണ്ട് നടക്കുന്നു. അത് മനുഷ്യക്കൊച്ചു തന്നെയാണോ? ഏതോ കാട്ടുമൃഗത്തിന്റെ സന്തതി അത്. അവൾ എന്നോട് ചെയ്തത് എന്താന്ന് കണ്ടിരുന്നെങ്കിലേ എല്ലാവർക്കും അത് മനസ്സിലായനെ. അതിന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവണം. ഇങ്ങനെ അങ്ങോട്ട് പോയാൽ ശരിയാവില്ല. ചേച്ചിയുടെ മാത്രമല്ല, എല്ലാവരുടെയും ജീവിതം ആ കൊച്ചു തൊലയ്ക്കും. അങ്ങനെ എന്തെങ്കിലും തീരുമാനം ഉണ്ടാവണമെങ്കിലേ സാന്ദ്ര എന്നെ വിചാരിക്കണം. അവള് വിചാരിച്ചു വരുമ്പോഴേക്കും എല്ലാം തീർന്നിരിക്കും. പിന്നെ ഒന്നും വേണ്ടി വരില്ല. ഇത്രയൊക്കെ ഉണ്ടായിട്ടും ചേച്ചി സാന്ദ്രയെ ന്യായീകരിക്കാനാണ് ശ്രമിക്കുന്നത്. ഒരു കൊച്ചിനെയും കൊണ്ട് ജീവിക്കാന്ന് വെച്ചത് അവളുടെ തോന്നിയവാസോ അഹങ്കാരമാണ്. അവളെ നിലയ്ക്ക് നിർത്താൻ ചേച്ചിക്ക് പറ്റുന്നില്ലെങ്കിലേ പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നീ എന്തായി പറയുന്നേ? അവള് ചെറിയ കുട്ടിയെ പറ്റാണോ ചട്ടം പഠിപ്പിക്കാൻ? SM സാർ പ്രത്യേകം പറഞ്ഞിരുന്നതാ അവരും വരും നേരത്ത് ആ അസത്തിനെ ഇവിടുന്ന് മാറ്റണമെന്ന്. എങ്കിൽ പിന്നെ നിനക്ക് തന്നെ അവളെ ദൂരേക്ക് എവിടെയെങ്കിലും മാറ്റിക്കൂടായിരുന്നോ? ചേച്ചി പറഞ്ഞു സാന്ദ്രയെ കൊണ്ട് തന്നെ അതിനെ ഇവിടുന്ന് മാറ്റണമായിരുന്നു. ദേ, കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഇനി ഇങ്ങനെയുള്ള ഏർപ്പാടിനൊന്നും എന്നെ നോക്കണ്ട. ഞാൻ ഉണ്ടാകില്ല. പെണ്ണ് കാണാൻ വരികയോ പോകുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. ദേ, നാണം കെടാ എനിക്ക് വയ്യ. ഇനിയിപ്പോ എന്ത് ചെയ്യും അമ്മേ? സാറേ, അവരിവിടെ വന്നോ? വന്നിരുന്നു. എൻ്റെ പല ബിസിനസ്സുകളിലും പാർട്ണറായിരുന്ന ആളാ. ഒരിക്കൽ പോലും അയാൾ ദേഷ്യപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളുടെ വീട്ടിൽ വന്ന് മടങ്ങിയ ആള് വളരെ ദേഷ്യത്തോടെ ഇങ്ങോട്ട് കയറി വന്നത്. അയാളുടെ രൂപവും ഭാവവും മൊത്തം മാറിപ്പോയി. എന്നെ പറയാൻ ഒന്നും ബാക്കിയില്ല. ഇനി അങ്ങനെ സംഭവിക്കുമെന്ന് ഒട്ടും കരുതിയില്ല സാറേ. കൊച്ചിനെ തടഞ്ഞു വെക്കാൻ പാർവതി പരമാവധി ശ്രമിച്ചതാ. പുലിയെ പോലെ ആയിരുന്നു അതിന്റെ പ്രകടനം. അവസാന നിമിഷം പിടിവിട്ടുപോയി സാറേ. ആ കൊച്ചിനെ അവിടെ നിന്ന് ഒഴിവാക്കാൻ എന്താ ഒരു മാർഗം? കുടുംബത്തിന് മൊത്തം അനിഷ്ടം വരുത്തി വെക്കുകയാണല്ലോ ആ കുട്ടി. പിടിച്ചു കെട്ടി ദൂരെ ഏതെങ്കിലും കാട്ടിൽ കൊണ്ടുപോയി കളഞ്ഞാലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. അതൊക്കെ വലിയ മണ്ടത്തരമാണല്ലോ. അന്വേഷണവും അറസ്റ്റും കേസും ഒക്കെ അതിന്റെ പിന്നാലെ തന്നെ വരും. സാന്ദ്രയ്ക്കൊരു മനംമാറ്റം ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത്. കുടുംബത്തിൽ എല്ലാവരും ശ്രമിച്ചതാ സാറേ, ഒരു ഫലവും ഉണ്ടായില്ല. നിങ്ങളുടെ കുടുംബത്തെ സഹായിക്കണമെന്ന ചിന്ത കൊണ്ടാ ഞാൻ ഓരോന്ന് ചെയ്യുന്നതും പറയുന്നതും. പക്ഷേ ആ കുട്ടി സാന്ദ്ര എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. അതുകൊണ്ടാ എനിക്ക് നേരിട്ടൊന്നും പറയാൻ പറ്റാത്തത്. അറിയാം സാറേ, ഞങ്ങളുടെ കുടുംബത്തോട് സാറ് കാണിക്കുന്ന ആത്മാർത്ഥത പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. എൻ്റെ ചേച്ചിയുടെ മോൾ സാന്ദ്രയ്ക്ക് നല്ലൊരു മംഗല്യം ഉണ്ടാവാൻ വേണ്ടിയാ സാർ ശ്രമിച്ചത്. എന്നിട്ട് അവളെന്താ കാണിച്ചത്? കുഞ്ഞിനെയും കൂടി സ്വീകരിക്കുമെങ്കിൽ മാത്രമേ കല്യാണം വേണ്ടൂന്ന് അവൾ അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു. എന്തൊരു നാണക്കേടാ സാറേ. എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കിയെടുക്കണം. ഇനി വരുന്ന വിവാഹാലോചനകൾ മുടങ്ങാനും
ആ കുട്ടി ഒരു കാരണമാവും. അല്ലെങ്കിൽ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് വരുന്ന ഒരാൾ, അത് അവളുടെ ജീവിതത്തിലെ ഒരു കോംപ്രമൈസായി മാറും. ചെറിയ പിടിവാശി ജീവിതത്തെ വലിയ ദുരന്തങ്ങളിലേക്കാണ് കൊണ്ടെത്തിക്കുക. അത് നിങ്ങൾ കുടുംബക്കാർക്കേ മാറ്റിയെടുക്കാൻ പറ്റൂ. ഞാനാരുമല്ലല്ലോ. അങ്ങയുടെ വലിയ മനസ്സിന് നന്ദി. ഞാൻ ചേച്ചിയുമായി ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്താം സാർ. അവൾ IAS ആയതുകൊണ്ട് സാറിനെ പോലുള്ളവരുടെ ബന്ധത്തിൽ നിന്നേ വലിയ ആലോചനകൾ വരും. അതുകൊണ്ട് ഇതിൽ മനമെടുത്ത് സാറ് പിന്നോട്ട് പോകരുത്. ഞാൻ വരട്ടെ സാർ. ഒരിക്കൽ മറച്ചു വെച്ചൊരു സത്യം ഇപ്പോൾ എൻ്റെ ജീവിതത്തെ പ്രതിസന്ധിയിലാക്കുന്നു, എൻ്റെ മകളുടെ ജീവിതത്തെയും. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല ഉന്മേഷവാനായിരുന്നല്ലോ. ഇപ്പൊ ഇതെന്ത് പറ്റി? വലിയ ചിന്തയാണല്ലോ. കാറ് നേരെ പോട്ടെ. ഇതുവഴിയല്ലേ പോകേണ്ടത്? നേരെ പോയാൽ നമ്മുടെ ഓഫീസിൽ എത്തില്ല. നമ്മുടെ ഓഫീസിലേക്ക് ഇപ്പം എത്തണ്ട. നമുക്ക് സബ് കളക്ടറുടെ ഓഫീസിലേക്ക് പോവാം. അതെ, സബ് കളക്ടറുടെ ഓഫീസിൽ. എന്താ ഉദ്ദേശിക്കുന്നത്? ഒന്നുമില്ലടോ, എനിക്ക് എൻ്റെ മോളെ ഒന്ന് കാണണം. എന്താ ഈ പറയുന്നേ? അതെ, എനിക്ക് അവളെ നേരിട്ട് കാണണം. സംഗതിയൊക്കെ കൊള്ളാം. ഒടുക്കം ദേവുവിന്റെ അമ്മ വാളെടുത്ത് ഉറഞ്ഞു തുള്ളുന്ന പരുവത്തിൽ കൊണ്ട് എത്തിച്ചേക്കരുത്. അതൊന്നുമില്ല, താനിതാരോട് എഴുന്നള്ളിക്കായിരുന്നാ മതി. അത് കൊള്ളാം. ഞാൻ എഴുന്നള്ളിച്ചിട്ടാണോ അവിടെ നടക്കുന്നതൊക്കെ? ഓ, അപ്പൊ ഇതാണ് നിന്റെ ചേച്ചി ഏകരാജ്ഞിയായി വാഴുന്ന സാമ്രാജ്യം. അതെ, ചക്രവർത്തി ഇല്ല, മഹാറാണി മാത്രം. നീ വാ. ഇവിടേക്ക് അങ്ങനെ അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റൂ? അനുമതി വാങ്ങിക്കണ്ടേ? ഒന്ന് പോടി അവിടെ തമാശ പറയാതെ. എത്ര വലിയ റാണിയാണെങ്കിലും എന്റെ ചേച്ചിയുടെ അടുത്ത് ചെല്ലാൻ അനുമതി വേണോ? അല്ല, എന്റെ അനുമതി വേണമെന്നുണ്ടെങ്കിലും എന്റെ അച്ഛനോടൊന്ന് പറഞ്ഞാൽ മതി. ഓ, നീയും നിന്റെ കൊമ്പത്തൊരു അച്ഛനും. എന്തായാലും അതിപ്രശസ്തിയായ സബ് കളക്ടർ ഒന്ന് കണ്ടു കളയാം. എന്താ? ആരെ കാണാനാ? സബ് കളക്ടറെ കാണാൻ. ഇപ്പൊ കാണാൻ പറ്റില്ല, മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. എത്ര നേരം കാക്കേണ്ടി വരും? അത് പറയാൻ പറ്റൂല. എങ്കി ഇനി വേറൊന്നും പറയണ്ട. സബ് കളക്ടറെ കണ്ടു കഴിഞ്ഞിട്ട് ബാക്കി കാര്യം പറയാം. മാറങ്ങോട്ട്. നിങ്ങളിത് എങ്ങോട്ടാ? എന്റെ ജോലി കളയാനുള്ള പരിപാടിയാണോ? നിങ്ങളുടെ ജോലി നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. അതെങ്ങോട്ട് പോവില്ല. അകത്തിരിക്കുന്നതേ എന്റെ സ്വന്തം ചേച്ചിയാ. ചേച്ചിയാണോ? എങ്കിലേ ഞാനിവിടെ നിങ്ങളെ തടഞ്ഞു എന്നുള്ള കാര്യം മാഡത്തിനോടൊന്ന് പറഞ്ഞേക്കണേ. കൃത്യവിലോകം പൊറുക്കാത്ത ആളാ. സർക്കാർ ആവശ്യപ്പെടുന്ന ഡോക്യുമെന്റ്സ് കൃത്യസമയത്ത് തന്നെ എത്തിക്കുക. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാ, ചേച്ചി ഞങ്ങൾ ഇവിടെ വരെ വന്നതാ. അപ്പോഴാ ഒരു ഐഡിയ. അവിടെ ചെന്നിരിക്കെ. ഇവിടെ ഒരു മീറ്റിംഗ് നടക്കുന്നത് കണ്ടില്ലേ? ചെന്നിരിക്കെ. അപ്പോ അതാണ് ഫാക്ട്. എൻക്രോച്ച്മെന്റ് ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റില്ല. കൈയേറിയ വസ്തു തിരികെ കൊടുക്കുക തന്നെ വേണം. പറഞ്ഞു കേട്ടത് അക്ഷരമൃതി ശരിയാണല്ലോടി. നിന്റെ ചേച്ചി പുലിയല്ല, വരയും പുലിയല്ല, സിംഹിയ, സിംഹി. അതുകൊണ്ട് നിയമങ്ങൾ അനുസരിക്കുക, സംസ്ഥാന സർക്കാരിനോട് സഹകരിക്കുക. അങ്ങനെ ചെയ്താൽ നേടിയെടുക്കാൻ മറ്റു പല ആനുകൂല്യങ്ങളും ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ശരി മാഡം. See you later. ഹലോ മാഡം, എന്താ നിനക്കത്ര ഗമ? എനിക്ക് ഗമയൊന്നുമില്ല. ഗമയുള്ളത് ചേച്ചിക്കല്ലേ. ഇങ്ങോട്ട് വന്നിരിക്കടി. കൂടെയുള്ളത് കൂട്ടുകാരിയല്ലേ? ഇങ്ങോട്ട് പാടോ. നീ പറഞ്ഞു വന്ന എന്താ? ഞങ്ങൾ രണ്ടാളും ഇവിടെ വരെ വന്നതാ, അപ്പോഴാ ഒരു ഐഡിയ. ഇനി എന്താ? ഇനി ആ വാചകം പൂരിപ്പിക്ക. അപ്പോഴാ ഒരു ഐഡിയ തോന്നിയത്. ചേച്ചി ഈ കസേര ഇരിക്കുന്നൊന്ന് കണ്ടിട്ട് മടങ്ങാന്ന്. എങ്കിൽ ശരി, കണ്ടല്ലോ, ഇനി മടങ്ങിക്കോ.
ഇവൾക്ക് എപ്പോഴും ചേച്ചിയുടെ കാര്യം പറയാനേ നേരമുള്ളൂ. അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഇവൾക്ക് വട്ടായി പോയെന്ന് വരെ എനിക്ക് സംശയമുണ്ട്. എടിയടി വേണ്ട. ഓക്കെ ചേച്ചി, ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ഈ ടൗണിൽ വന്നതിന്റെ കാരണം എന്താന്ന് പറയാം. ഒരു ഹോസ്പിറ്റൽ നോക്കാനാ. ഹോസ്പിറ്റലിൽ നോക്കാനോ? ആ, നീ എന്താ ഹോസ്പിറ്റൽ കണ്ടിട്ടില്ലേ? അതല്ലെന്നേ, ഹോസ്പിറ്റലിൽ വാങ്ങിക്കാനാ. ഹോസ്പിറ്റലിൽ വാങ്ങിക്കാനോ? ചായ കുടിക്കാൻ വേണ്ടി ചായക്കട വാങ്ങിക്കും പോലെയാണോ? ഇവളുടെ വുഡ്ബി കാനഡയിലും മറ്റും പഠിച്ചു വന്ന കിടാകണ്ടൻ ഡോക്ടറാ. ആ മഹാമനുഷ്യൻ ഇവിടെ ഒരു ഹോസ്പിറ്റൽ വാങ്ങുന്നു. ഓ അങ്ങനെ. ഏത് ഹോസ്പിറ്റലാ വാങ്ങുന്നത്? ഓർത്തഡോക്സ് ഹോസ്പിറ്റൽ. അവിടുത്തെ സൗകര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കാൻ ഞങ്ങൾ ഒരുമിച്ച് പോയതാ ചേച്ചി. ഞാനും ഇവളുടെ കൂടെ കൂടിയത് എന്തിനാന്ന് ചേച്ചിക്ക് മനസ്സിലായോ? ഇല്ല. ഇവൾ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ ആവുമ്പോ എനിക്കും കിട്ടുമല്ലോ ഒരു ഡോക്ടറുടെ പണി അവിടെ. ചേച്ചിയുടെ റെക്കമെൻഡേഷൻ കൂടാതെ തന്നെ എനിക്കൊരു ഹോസ്പിറ്റലിൽ കയറി പറ്റാൻ കഴിയുന്നത് സുഖമുള്ള കാര്യമല്ലേ? അതിന് അവിടെ ഒഴിവുണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. എനിക്ക് വേണ്ടി അവിടെ ഒരു ഒഴിവുണ്ടാവാതെ വരില്ല, അല്ലേടി? പിന്നെ നിനക്ക് അവിടെ ജോലി തന്നിട്ടല്ലാതെ എനിക്ക് പോലും ജോലി ഉണ്ടാവില്ല. അങ്ങനെ ചുരുക്കത്തിൽ ഞങ്ങൾ എല്ലാരും കൂടി ആശുപത്രി അങ്ങ് നടത്തും. ചേച്ചിക്ക് എങ്ങാനും ഇനി ഒരു പനി വന്ന ഞങ്ങളുടെ ആശുപത്രിയിലേക്ക് വന്നാ മതി കേട്ടോ. ആലോചിക്കാം. ഹാവൂ, ഒരു പേഷ്യന്റ് ഉറപ്പായി. കച്ചവടം മോശമല്ലല്ലോ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ചേച്ചി ഒന്ന് കാണണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. വാചകം അടിച്ചിരുന്ന് ചേച്ചിയുടെ വിലപ്പെട്ട സമയം പാഴാക്കുന്നില്ല. നീ എന്താടി ഇവിടെ വന്നിരുന്ന് പടം വരച്ച് കളിക്കുകയാണോ? ഒന്ന് പോകുന്നുണ്ടോ ഇവിടെന്ന്? ഇവിടെയും സ്വസ്ഥ വരത്തില്ലേ? ഹലോ, പപ്പ എന്താ പപ്പ ഇവിടെ? അല്ല, മോളെന്താ ഇവിടെ? ഹോസ്പിറ്റലൊക്കെ കണ്ട് ചെക്ക് ചെയ്ത് മടങ്ങും വഴി ഇവളുടെ ചേച്ചി എന്ന് കാണാൻ വേണ്ടി വന്നതാ. ഇവളുടെ ചേച്ചി ഇവിടുത്തെ സബ് കളക്ടർ. ഓ ഓ, നീ എന്താ പുതിയതായിട്ട് എന്തോ പറയും പോലെ? അങ്കിളിന് എല്ലാം അറിയാം അല്ലേ അങ്കിൾ? അതെ അതെ, നമ്മുടെ ഭരണകർത്താക്കളെയൊക്കെ നമ്മൾ അറിഞ്ഞു വെക്കണമല്ലോ. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. എന്താ പപ്പ ഇവിടെ? അത് ചില ഒഫീഷ്യൽ കാര്യങ്ങൾക്കായിട്ട് വന്നതാ. ആരെ കാണാൻ? ബന്ധപ്പെട്ട ചില ഓഫീസർമാരെ കാണണം, അത്രേ ഉള്ളൂ. എന്തെങ്കിലും റെക്കമെൻഡേഷൻ ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞോളൂ അങ്കിളെ, ഞാൻ ചേച്ചിയോട് പറഞ്ഞ് ശരിയാക്കി തരാം. ഓ, ചേച്ചിയൊന്നും ബുദ്ധിമുട്ടിക്കണ്ട. ഇത് ഞാനിങ്ങ് വന്നു പോയെന്നേ ഉള്ളൂ. മാനേജർ വരേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ. എങ്കിൽ മാനേജർ വരേണ്ട അടുത്ത് പപ്പ വരേണ്ട കാര്യമില്ലായിരുന്നു. എന്തിനാ പപ്പ വന്നത്? അങ്കിള് വന്നത് നന്നായി. എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ശരിയാക്കി എടുക്കാലോ. നീ ഇങ്ങനെ ന്യായീകരിക്കണ്ട കേട്ടോ. പപ്പ പപ്പയുടെ ഡിഗ്നിറ്റി നോക്കാത്തതാ കുഴപ്പം. സില്ലി മാറ്ററിന് വേണ്ടി ഓരോ ഇടത്തൊക്കെ കയറി ഇറങ്ങി നടന്നോളും. സബ് കളക്ടർ ഓഫീസിൽ വരുമ്പോ സബ് കളക്ടറിനെ കാണാനായിരിക്കണം. അല്ലാതെ വല്ല UD ക്ലർക്കിനെ സൂപ്രണ്ടിനെ കാണാനായിട്ട് പപ്പ വരരുത്. അല്ല പിന്നെ. വരട്ടെ അങ്കിളെ. ശരി മോളെ. അയ്യോ, SM സാർ എന്താ ഇവിടെ? എന്താ എനിക്കിവിടെ വരണ്ടേ? അല്ല, അത്രയ്ക്ക് അത്യാവശ്യമില്ലാതെ സാർ ഇങ്ങോട്ട് വരാറില്ലല്ലോ. മാനേജറല്ലേ പതിവ്, അതുകൊണ്ട് ചോദിച്ചതാ. ആ, എനിക്കൊരു അത്യാവശ്യമുണ്ട്. യൂണിയൻ ലീഡർ എന്ന നിലയ്ക്ക് ഞാൻ എന്തെങ്കിലും ചെയ്തു തരണമെങ്കിൽ പറഞ്ഞാൽ മതി. സബ് കളക്ടർ ഒന്ന് കാണണം. ഓ, കാണാമല്ലോ. അവിടെ ഉണ്ടാവില്ലേ? പിന്നെ ഉണ്ടുണ്ട്. ഒരു കുഞ്ഞുമായിട്ട് രാവിലെ വന്ന് താരാട്ടും പാട്ടും പന്തുകളിയൊക്കെ ആയിട്ട് നല്ല രസമാ സാറേ. അല്ല, ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. നടത്തിപ്പിന്റെ കാര്യത്തില് ഭയങ്കര കണിശക്കാരിയാ കക്ഷി. ഒരു വക നടക്കില്ല സാറേ. സാർ നമസ്കാരം സാർ. വരണം വരണം. ബൈ ദ ബൈ, ബീച്ച് റോഡിൽ സർക്കാരിന്റെ സ്ഥലത്ത് അനധികൃതമായി കെട്ടിപ്പൊക്കിയ 6 കെട്ടിടങ്ങളും ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ ഈ ആഴ്ച തന്നെ പൊളിച്ചു മാറ്റണം. ഞാൻ ASPയോട് സംസാരിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ ഏർലി മോർണിംഗ് ആവുന്നതാണ് നല്ലത്. മുനിസിപ്പൽ സെക്രട്ടറി കൂടെ ഉണ്ടാവും. മുരുക,
മുരുക, എന്താ മാഡം? ആര് പറഞ്ഞിട്ട് ഇവരെ കയറ്റി വിട്ടത്? ഇതെന്താ വഴിയമ്പലോ? ഇവിടെ ഒരു മീറ്റിംഗ് നടക്കുന്ന കാര്യം തനിക്കറിയില്ലേ? എത്ര വലിയ കൊമ്പനാണെങ്കിലും ഓഫീസിൽ കയറി വരുന്നതിന് ഒരു മര്യാദയുണ്ട്. മുരുകൻ ഈ ഓഫീസിൽ എന്നെ കണ്ടിന്യൂ ചെയ്യണമെന്ന് എനിക്ക് താല്പര്യമില്ല. അല്ല മാഡം, ഞാനവിടെ നിന്നപ്പോ ഷട്ട് അപ്പ് യുവർ മൗത്ത്. എന്ത് തോന്നിയസായി കാണിച്ചത്? വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ആണ് ഇവിടെ നടക്കുന്നതെന്ന് തനിക്ക് അറിയില്ലേ? വരുന്നവർക്ക് വിവരമില്ലെങ്കിലും തന്നെ പോലുള്ളവരെങ്കിലും അത് ശ്രദ്ധിക്കണ്ടേ? മാഡം, നിങ്ങളുടെ സ്റ്റാഫിനെ വെറുതെ വരട്ടണ്ട. അവരൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇവിടുത്തെ സ്റ്റാഫിന് താങ്കളുടെ ഒത്താശ ആവശ്യമില്ല. അനുമതിയില്ലാതെ ഞാൻ വന്നു കയറിയത് തെറ്റായിപ്പോയി. അതിനെന്ത് ശിക്ഷ ഏൽക്കാനും ഞാൻ തയ്യാറാ. വേണമെങ്കിൽ ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഇനി ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ടാവില്ല. വന്ന കാര്യം എന്താന്ന് വെച്ചാ പറയാം. ഞാൻ വന്നത്... എനിക്ക് സൊറ പറഞ്ഞിരിക്കാൻ നേരമില്ല. കാര്യം എന്താന്ന് വെച്ചാ പറയൂ. അല്ല മാഡം, ഞാൻ... എന്താ, നിങ്ങൾക്കൊന്നും പറയാനില്ലേ? മാഡം, എൻ്റെ ഉടമസ്ഥതയിലുള്ളൊരു ഷോപ്പിംഗ് മാളാണ് SM മോൾ. അതിന് അതുമായി ബന്ധപ്പെട്ടൊരു കേസ് കഴിഞ്ഞ RDO ഇരുന്നപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതിന് അനുകൂലമായിട്ടൊരു വിധി എനിക്കുണ്ടായതാണ്. അതിൻ്റെ പുറകിലൂടെ പണ്ടങ്ങോ ഒരു തോട് പോയിരുന്നു പോലും. അതായിരുന്നു പ്രശ്നം. കളക്ടറും മിനിസ്റ്ററും എല്ലാവരും ഇടപെട്ട് ഇപ്പോൾ ഒരു പ്രശ്നമില്ല. പ്രശ്നമില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് വേണം? അല്ല മാഡം, മാഡം ആ ഫയൽ വീണ്ടും തപ്പിയെടുത്ത് കുഴപ്പമുണ്ടാക്കല്ലേ എന്ന് പറയാൻ വന്നാ. ഓഹോ, ഞാൻ ആ ഫയലൊന്ന് എടുത്ത് പഠിക്കട്ടെ. ഏതെങ്കിലും രീതിയിൽ അനധികൃതമായി എന്തെങ്കിലും കണ്ടാൽ. പഴയ RDO അല്ല ഞാൻ സാന്ദ്ര മേനോൻ IAS. തനിക്ക് പോവാം. എന്താണ് ഈ SM മോളിന്റെ പ്രശ്നം? മേഡം, അത് ആകെ പ്രശ്നമാണ്. കഴിഞ്ഞ RDO ട്രാൻസ്ഫർ ആയത് തന്നെ അത് കാരണമാണ്. പുറമ്പോക്ക് സ്ഥലമാണ് അത്. ആ കെട്ടിടം തന്നെ അനധികൃതമായി കെട്ടിപ്പൊക്കിയതാ. അന്നത് ഭയങ്കര പ്രശ്നമായിരുന്നു.